Dear students, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എനി 2 questions from 38 to 41. Each carries 8 scores. അപ്പം പിന്നെ 38 തൊട്ട് 41 വരെ നമ്മൾക്ക് എത്ര ചോദ്യങ്ങളുണ്ട്? 4 ചോദ്യങ്ങളുണ്ട്. 4 ചോദ്യങ്ങളിലെ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അതിൽ 3 എണ്ണം ഫോക്കസ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്, ഒരെണ്ണം മാത്രമാണ് ഔട്ട്സൈഡ് ഫോക്കസ് ഏരിയ വന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ഗവൺമെന്റ്സ് അപ്രോച്ച് ടു പോവർട്ടി എലിവിയേഷൻ വാസ് ഓഫ് 3 dimensional. എക്സ്പ്ലെയിൻ. എപ്പോഴും നമ്മൾ എന്താ ഉറപ്പായിട്ട് വരും എന്നുള്ള ചോദ്യമാണ് ഈ പോവർട്ടി എലിവിയേഷന്റെ 3 dimensional അപ്രോച്ച് അല്ലെങ്കിൽ പോവർട്ടി എലിവിയേഷൻ പ്രോഗ്രാംസ് ആണ് അത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോവർട്ടി എലിവിയേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതാണ്? ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് 4th ചാപ്റ്റർ ആണ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആ 3 അപ്രോച്ചും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഴുതുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ടീച്ചർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അടുത്തത്, ഡ്രോ ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒബ്ജക്റ്റീവ് ഫോർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് മീഡിയൻ ഗ്രാഫിക്കലി. എന്തായാലും വരും എന്ന് പറഞ്ഞ് ടീച്ചർ ഇട്ടിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിശദീകരണം കേട്ടിട്ട് ഈ കണക്ക് ഒന്നും കൂടി ചെയ്യുക. നിർബന്ധമായിട്ട് ഇപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോ തന്നെ അത് ചെയ്തിരിക്കണം. കാരണം ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇതിലുള്ള ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്, പരീക്ഷയ്ക്ക് വരാവുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫോക്കസ് ഏരിയയിലുള്ള 4th ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. നമ്മുടെ ജയശ്രീ MG ടീച്ചറുടെ ചാനലിൽ കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് കഴിയുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 9th ചാപ്റ്ററിലുള്ള ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതൊക്കെ ഷുവർ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ഫോക്കസ് ഏരിയ, കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ക്ലാസും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പം അടുത്ത കോളം നമ്മൾക്ക് മിഡ് പോയിന്റ് കാണണം. ആദ്യം അരിത്തമെറ്റിക് മീൻ ആണ് കാണുന്നത്. അപ്പം മിഡ് പോയിന്റ് കാണണം. അതിന്റെ അടുത്ത കോളം FM കാണണം. അങ്ങനെ പിന്നെ അരിത്തമെറ്റിക് മീൻ കാണാൻ x bar is equal to sigma FM divided by sigma F. ആ എഫും ഫ്രീക്വൻസിയും മിഡ് പോയിന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് FM കാണുക. FMകൾ തമ്മിൽ കൂട്ടുക. അതിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 3 10 19 10 29 8 37 10 47 1 48 8 56 4 60. അപ്പൊ FM-ന്റെ ടോട്ടലിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? x bar കിട്ടും. ഓക്കെ, ഇനി മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യം മീഡിയൻ ക്ലാസ് ഏതാന്ന് കാണണം. അതിന് നമ്മൾ അടുത്ത കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ തമ്മിൽ കൂട്ടി എഴുതണം. ആദ്യത്തെ ലൈനിൽ 3 തന്നെ, അടുത്തതിൽ 3 + 7 10, അടുത്തത് 10 + 9 19, പിന്നെ 19 + 18 37 37 + 11 37 + 11 എന്ന് പറഞ്ഞാൽ 48 48 + 8 56 56 + 4 60 എന്ന് വരും. എന്നിട്ട് അതിൽ 60/2, അതായത് 30 എന്നുള്ള ഫ്രീക്വൻസി എവിടെയാണ് വരുന്നത്? ആ ക്ലാസ് ആയിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. എന്നിട്ട് മീഡിയൻ ക്ലാസ് വെച്ചിട്ട് നമ്മൾ മീഡിയന്റെ ഇക്വേഷൻ വെച്ചിട്ട് മീഡിയൻ is equal to L + n/2 - CF divided by F into H എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മീഡിയൻ കാണണം. പിന്നെ എന്താണ്? മോഡ് കാണാൻ വേണ്ടി മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ആണ് മോഡൽ ക്ലാസ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 18 ആണ്. അപ്പൊ അത് 30 to 40 എന്നുള്ളതാണ് മോഡൽ ക്ലാസ്. മോഡ് കാണാനുള്ള ഇക്വേഷൻ, മോഡ് is equal to L + Δ1 / Δ1 + Δ2 into H എന്നുള്ളതാണ്. Δ1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും അതിന്റെ തൊട്ട് മുമ്പത്തെ
ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് 18 മൈനസ് 9 ഇനി ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും അതിന് തൊട്ട് ശേഷമുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മൂന്നും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതും ടീച്ചർ എവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബില് ഈ മീൻ മീഡിയൻ മോഡ് പിന്നെ എന്താ പറയാ കണ്ടിന്യൂസ് സീരീസിന്റെയും ഡിസ്ക്രീറ്റ് സീരീസിന്റെയും ഇൻഡിവിജ്വൽ വാല്യൂസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നുള്ളതാണ് ഈ മീൻ മീഡിയൻ മോഡ് കാണാനുള്ള ചോദ്യം. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പൊ ടീച്ചർ ഏകദേശം ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9:40 തൊട്ടിട്ട് 10 മണി വരെ നിങ്ങൾ നല്ല വൃത്തിയായി ശ്രദ്ധയോട് കൂടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിച്ചിട്ട് അറിയുന്ന ചോദ്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് 10 മണിക്ക് എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 12 വൺ വേർഡിന്റെയും നമ്പർ അവിടെ ഇട്ടിട്ട് അറിയുന്ന ആൻസേഴ്സ് ഒക്കെ അവിടെ എഴുതി വെക്കുക. അപ്പൊ അതിനൊരു 15 മിനിറ്റ് സമയം, 10:15 വരെ സമയം തന്നിട്ടുണ്ട്. പക്ഷെ 10:15 വരെയുള്ള ടൈമിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ടീച്ചർ 10:15 വെറുതെ എഴുതുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, 8 മാർക്കിന്റെ 2 എസ്സേ ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് എഴുതി അവസാനിപ്പിക്കാം. 8 മാർക്കിന്റെ 2 എസ്സേ ക്വസ്റ്റ്യൻ ഏതാണ്? ഇപ്പൊ ഇവിടെ ഈ 4 ചോദ്യത്തിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ഞാൻ ചെയ്യാം, പിന്നെ ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഇത് രണ്ടുമാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അത് ഓരോന്നിനും ഏകദേശം ഒരു ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അത്ര സമയമൊന്നും വേണ്ടി വരൂല. ചിത്രം വരയ്ക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമെങ്കിലും ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ടീച്ചർ ഇവിടെ 10:15 തൊട്ടിട്ട് 10:45 വരെ അരമണിക്കൂർ സമയം എസ്സേ എഴുതാൻ വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 5 മാർക്കിന്റെ 3 ചോദ്യമാണ്. അതിനും ഞാൻ 5 മാർക്കിന്റെ 3 ചോദ്യത്തിന് ഞാൻ സമയം തന്നിരിക്കുന്നത് 10:45 തൊട്ടിട്ട് 11:15 വരെയുള്ള ഒരു ടൈം. അതിനേക്കാൾ മുമ്പൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അത്രയൊന്നും സമയം വേണ്ടി വരൂല. എന്തായാലും 11:15 വരെയുള്ള ഒരു സമയം ടീച്ചർ അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യമാണ്. അതിന് നമ്മൾ 11:15 തൊട്ടിട്ട് 11:30 വരെ, അത് നേരത്തെ 5 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ കുറച്ച് നേരത്തെ എഴുതി തീരും. അപ്പൊ ആ സമയം കൂടി ഇതിലേക്ക് എടുത്തിട്ട് പിന്നെ 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എഴുതാം 11:30 ആവുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മൾ ഏതൊക്കെ എഴുതി കഴിഞ്ഞിരിക്കണം? വൺ വേർഡ് എഴുതി കഴിഞ്ഞിരിക്കണം, 8 മാർക്കിന്റെ ചോദ്യം എഴുതി കഴിഞ്ഞിരിക്കണം, 5 മാർക്കിന്റെ ചോദ്യം എഴുതി കഴിഞ്ഞിരിക്കണം, 4 മാർക്കിന്റെ ചോദ്യവും എഴുതി കഴിഞ്ഞിരിക്കണം. ഇനി 11:30 തൊട്ടിട്ട് ഏകദേശം 11:45 വരെയുള്ള സമയത്ത് 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതുക. 11:55 വരെ സമയം എടുത്തോളൂ. 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 11:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരുമെന്ന് വിചാരിക്കുക. 11:50 തൊട്ടിട്ട് 12:10 വരെയുള്ള സമയത്ത് 2 മാർക്കിന്റെ 6 ചോദ്യങ്ങൾ എഴുതുക. അപ്പൊ 12:10 ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും എഴുതി തീർന്നിരിക്കണം. നിങ്ങൾ ഇതിന്റെ ഇടയിലൊക്കെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപേ നിങ്ങൾ തീറും. നിങ്ങൾക്ക് സംശയമായിട്ട് ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതിനു മുൻപേ സമയം നിങ്ങൾ ഒരു 11:45 ആകുമ്പോഴത്തേക്ക് തീരുന്ന സമയത്ത് ആ വിട്ട ആൻസേഴ്സ് ഒക്കെ കൃത്യമായി ചോദ്യത്തിന്റെ നമ്പർ കൃത്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സൈഡിലെ മാർജിൻ കെട്ടണോടത്തിലൊന്നും കൊണ്ട് എഴുതരുത്. വളരെ വ്യക്തമായിട്ട് ടീച്ചേഴ്സിന് കാണുന്ന രീതിയിൽ വേണം ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻസർ എഴുതുന്ന സമയത്തൊക്കെ കൃത്യമായ പോയിന്റ്സ് ആയിട്ട് ഫസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഈ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ചോദ്യം ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ 9 മിനിറ്റ് ആയി, ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ കിട്ടും എന്ന് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ പോവർട്ടി അലിവിയേഷൻ വാസ് ഓഫ് 3 ഡയമെൻഷണൽ എക്സ്പ്ലെയിൻ എന്നുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം.
അപ്പൊ നമ്മൾ യൂണിറ്റ് 3 പോവർട്ടി എന്ന് പറഞ്ഞ ഇവിടെയാണ്, ഇതാണ് നമ്മളുടെ ആ ചാപ്റ്റർ. അപ്പൊ ഇത് ഒക്കെ അരിച്ചു പെറുക്കി വായിച്ചു നോക്കണം. എന്തൊക്കെയാണ് പോവർട്ടി, പോവർട്ടി ലൈൻ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ കാറ്റഗറൈസ് പുവർ എന്നുള്ളത്, ഇത് ഓൾവേസ് പുവർ, പോവർട്ടി ലൈനിന്റെ താഴെയാണ് എപ്പോഴും കിടക്കുന്നത്. ഇത് യൂഷ്വലി പുവർ, യൂഷ്വലി പുവർ സാധാരണഗതിയിൽ താഴെയാണ്, ഇടയ്ക്കൊക്കെ മുകളിലേക്ക്. നമ്മുടെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് സീസൺ വരുമ്പം ഇടയ്ക്ക് ആ സീസൺ സമയത്ത് മുകളിലേക്ക് വരുന്നത് പോലെ. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ട് ക്രോണിക് പുവർ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അടുത്തത് ചേണിങ് പുവർ ആണ്. ചേണിങ് പുവർ എന്ന് പറഞ്ഞാല് മുകളിലേക്ക് പോകും താഴത്തേക്ക് വരും, മുകളിലേക്ക് പോകും താഴത്തേക്ക് വരും, തിരിഞ്ഞ് 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 കളിക്കുക. കുറച്ച് പൈസ വരും, പിന്നെ ഇല്ലാണ്ടാവും, പൈസ വരും ഇല്ലാണ്ടാവും, ആ രീതിയിൽ. അതാണ് ചേണിങ്. ചേണിങ് എന്ന് പറഞ്ഞാൽ തിരിയാന്നാണ് അർത്ഥം. ഓക്കെ. ഒക്കേഷണലി പുവർ, അത് പറഞ്ഞാൽ എന്താ, സാധാരണഗതിയിൽ അവര് മുകളിലായിരിക്കും, അവര് പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവും. പക്ഷെ ഇടയ്ക്ക് ചില നമ്മളുടെ മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ ട്രോളിംഗ് നിരോധനം വരുമ്പം അവരെങ്ങോട്ടേക്ക് വരും, പോവർട്ടി ലൈനിന്റെ താഴേക്ക് വരും. അത് അതിനൊരു എക്സാമ്പിൾ ആണ്. ചേണിങ് പുവറും ഒക്കേഷണലി പുവറും അവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ട്രാൻസിയൻ പുവർ എന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴും മുകളിലുള്ളത്, എപ്പോഴും പോവർട്ടി ലൈനിന്റെ മുകളിലുള്ളവരെ നോൺ പുവർ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ റൂറൽ പുവറും അർബൻ പുവറും ഒക്കെ നോക്കി വെക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് പിന്നെ അതിൽ ഹെഡ് കൗണ്ട് റേഷ്യോ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, എന്ത്, കോസസ് ഓഫ് പോവർട്ടി, പോവർട്ടിയുടെ കാരണങ്ങൾ. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പോയിന്റ് ആയിട്ട് ഇതേപോലെ കട്ട എഴുതാണ്ട് പോയിന്റ് നമ്പർ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾക്ക് വരുന്നത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം. ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് എസ്സേ ക്വസ്റ്റ്യൻ, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മള് അതിലെ ഫസ്റ്റ് ഇതൊന്നും ഈ ഫസ്റ്റ് പാരഗ്രാഫിലൊക്കെ കുറെ കാര്യങ്ങൾ പറയണ്ടെങ്കിലും നമ്മള് പരീക്ഷയ്ക്ക് എഴുതുമ്പോ അങ്ങനെ ഒരുപാട് വാരി വലിച്ച് എഴുതണ്ടല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയേണ്ടത് ഇവിടെ തൊട്ട് പറയാം. ദ ഗവൺമെന്റ്സ് അപ്രോച്ച് ടു പോവർട്ടി റിഡക്ഷൻ വാസ് ഓഫ് 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ ഉള്ള പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ആണ് നമ്മളുടെ ഗവൺമെന്റിന്റെ പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോവർട്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെന്റ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കൈക്കൊണ്ടത്. അപ്പൊ ആ ഫസ്റ്റ് അപ്രോച്ചിന് പറയുന്ന പേരാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഓറിയന്റഡ്. ഗ്രോത്ത് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്കണോമിക്, രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള പിന്നെ ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് അപ്രോച്ച് രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുക, ആ എക്കണോമിക് ഗ്രോത്തിന്റെ ഗുണഫലങ്ങൾ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് എത്തും എന്ന ഉദ്ദേശം. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ GDP and per capita income would spread to all section of the society and will trickle down to the poor section. അത് ട്രിക്കിൾ ചെയ്യും. ആ GDP, നമ്മുടെ പണം കൂടുന്നത്, രാജ്യത്തിന്റെ പണം കൂടുന്നത്, അത് താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് ട്രിക്കിൾ ഡൗൺ, കിനിഞ്ഞിറങ്ങും എന്ന സിദ്ധാന്തം, ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തമാണ്. ഇത് ഏത് കാലത്താണ്, ഫസ്റ്റും സെക്കൻഡും പിന്നെ നമ്മുടെ 5 year പ്ലാന്റെ കാലത്താണ്. ഇൻ ദ 1950s ആൻഡ് ഏർലി 1960s നമ്മൾ ഈ സിദ്ധാന്തമാണ്, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, അതായത് ട്രിക്കിൾ ഡൗൺ തിയറി ആണ് നമ്മൾ പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ നമ്മൾ അന്ന് പറയാണ്, അതായത് നമ്മുടെ റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തും പിന്നെ എന്താ പറയാ 5 year പ്ലാൻസിലൂടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിരുന്ന ഗ്രോത്തും ഒക്കെ എങ്ങോട്ടേക്ക് കിനിഞ്ഞിറങ്ങും എന്നാണ് പറയുന്നത്, താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങും എന്നാണ് നമ്മൾ. അത് മാത്രമല്ല അണ്ടർ ഡെവലപ്ഡ് റീജിയനിലേക്ക് അത് പോകും, ബാക്ക്വേർഡ് സെക്ഷനിലേക്കൊക്കെ ആ ഗുണഫലങ്ങൾ ലഭിക്കും എന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല.
അപ്പൊ ആദ്യം അതെന്താണെന്ന് പറയാ, എന്നിട്ട് പറയാ അങ്ങനെ സംഭവിച്ചില്ല. എന്താണ് ഉണ്ടായത്? The overall growth and growth of agriculture and industry have not been impressive. പിന്നെ ഓവറോൾ ഗ്രോത്തും ഇൻഡസ്ട്രിയുടെയും അഗ്രികൾച്ചറുടെയും ഗ്രോത്തും ഒന്നും അത്രയ്ക്ക് ഇംപ്രസീവ് ആയിരുന്നില്ല. അത് മാത്രമല്ല, പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് റിസൾട്ടഡ് ഇൻ എ വെരി ലോ ഗ്രോത്ത് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ഈ ചെറിയ ഗുണഫലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനോടൊപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് അത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനമൊക്കെ വളരെ കുറഞ്ഞു തന്നെ നിന്നു. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പുവർ ആൻഡ് റിച്ച് ഹാസ് ആക്ച്വലി വൈഡൻഡ്. പിന്നെ ദരിദ്രരും ധനികരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ exacerbated the disparities regionally and between large and small farmers. ഈ ഗ്രീൻ റെവല്യൂഷൻ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ വൻതോതിൽ സഹായിച്ചെങ്കിലും ഇത് നമ്മുടെ പുവർ ആയിട്ടുള്ള കർഷകരും ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കാനും, അതേപോലെ ചില റീജിയൻ ഒക്കെ വളരെ സമ്പന്നമായി മാറാനും ചില റീജിയൻ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താനും ഇത് കാരണമാക്കി. There was unwillingness and inability to redistribute land. നമ്മൾ ലാൻഡ് റിഫോംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ജനങ്ങള് ലാൻഡ് കയ്യിലിരിക്കുന്ന ജനങ്ങള് ഇതിനൊക്കെ പലതരത്തിൽ എതിർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഒന്നും കാര്യമായിട്ട് നടന്നില്ല. പല സംസ്ഥാനങ്ങളിലും അത് നടന്നില്ല. Economists state that the benefits of economic growth have not trickled down to the poor. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിനിഞ്ഞിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, താഴെക്കടയിലുള്ള ദരിദ്രരായ ജനങ്ങളിലേക്ക് എക്കണോമിക് ഗ്രോത്തിന്റെ ഗുണഫലങ്ങൾ കിനിഞ്ഞിറങ്ങും എന്ന് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പുതിയൊരു പ്രോഗ്രാം വേണം, പോവർട്ടി അലീവിയേഷന് ആദ്യത്തെ 2 പ്ലാനിലും നടപ്പിലാക്കിയ ഈ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു പ്രോഗ്രാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് എന്താണ്, ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഫോർ പുവർ കുഡ് ബി റേസ്ഡ് ത്രൂ ദ ക്രിയേഷൻ ഓഫ് അഡീഷണൽ അസറ്റ്സ് ആൻഡ് ബൈ മീൻസ് ഓഫ് വർക്ക് ജനറേഷൻ. അതായത് ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ഇൻകവും എംപ്ലോയ്മെന്റും ഒക്കെ കൂട്ടുക. എങ്ങനെ? എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഗ്രാമങ്ങളിൽ റോഡുകള്, അവർക്ക് പിന്നെന്താ പറയാ തോടുകള്, കനാലുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്, അവർക്കുള്ള എംപ്ലോയ്മെന്റ്, അവരുടെ തൊഴിൽ ക്രിയേറ്റ് ചെയ്ത് അവരിലേക്ക് പൈസ എത്തിച്ചുകൊണ്ട്, ജനങ്ങളിലേക്ക് പൈസ എത്തിച്ചുകൊണ്ട് അവരുടെ വർദ്ധിപ്പിക്കുക, അവരുടെ പിന്നെ ദാരിദ്ര്യ നിർമാർജനം ചെയ്യുക. ഇതാണ് പിന്നെ സെക്കൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദിസ് സെക്കൻഡ് അപ്രോച്ച് ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് ഫ്രം ദ തേർഡ് 5-year പ്ലാൻ. ഇത് തുടങ്ങിയത് എപ്പോഴാണ്? നമ്മുടെ തേർഡ് 5-year പ്ലാന്റെ സമയത്താണ് ഈ സെക്കൻഡ് അപ്രോച്ച് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പം വൺ ഓഫ് ദ നോട്ടഡ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ഇൻ ദ 1970s വാസ് ഫുഡ് ഫോർ വർക്ക്. ഇതിന്റെ കീഴിൽ നമ്മൾ 1970 ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. അതാണ് എന്ത്? ഫുഡ് ഫോർ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. 1970 ജോലി ചെയ്യുന്ന ജനങ്ങൾക്ക് എന്താണ് അവർക്ക് കൂലി കൊടുക്കുന്നത്? ഭക്ഷണം പോലും കിട്ടാത്ത എത്രയോ ആളുകൾ അന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. പിന്നെ ഇനി most of the poverty alleviation programs implemented prior to 2015 were based on the perspective of 5-year plans. Expanding self-employment program and wage employment program are being considered as the major way of addressing poverty. നമ്മൾ 2015 മുൻപ് വരെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതില് പിന്നെ എന്താ പറയാ 2 തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും നടപ്പിലാക്കി. അതെന്താണ്? ഒന്ന് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും 2 വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ആയിരുന്നു അത്. അപ്പം സെക്കൻഡ് അപ്രോച്ച് പ്രകാരം 2 തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒന്ന് സെൽഫ് എംപ്ലോയ്മെന്റും 2 വേജ് എംപ്ലോയ്മെന്റും. ഒന്ന് സെൽഫ് എംപ്ലോയ്മെന്റ്.
പിന്നെ അടുത്തത് വേജ് എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആദ്യത്തത്. അപ്പൊ അതിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ പേരുകളൊന്ന് ഓർത്തു വയ്ക്കുക. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന ആൻഡ് സ്വർണ ജയന്തി ഷെയറി റോസ്ഗാർ യോജന, ഇതൊക്കെ നമ്മുടെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ അവരുടെ പിന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുക. അവർ സ്വന്തമായിട്ട് ഇപ്പം ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അവർക്ക് ജനങ്ങൾക്ക് വീവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അതിനുള്ള ലോണൊക്കെ അവൈലബിൾ ആക്കിയിട്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവർ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പിന്നെ അണ്ടർ ദിസ് പ്രോഗ്രാം വൺ കുഡ് ഗെറ്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ബാങ്ക് ലോൺസ് ടു സെറ്റപ്പ് സ്മോൾ ഇൻഡസ്ട്രീസ്. ഏതാണ് ആദ്യത്തെ? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്നുള്ളതിൽ. The educated unemployed from the low income families in rural and urban areas could get financial help to set up any kind of enterprise that generate employment under PMRY. അപ്പോൾ റൂറൽ ഏരിയസിലും അർബൻ ഏരിയസിലുമുള്ള ലോ ഇൻകം ഫാമിലീസിലുള്ള ആളുകൾക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന പദ്ധതിയാണ് PMRY എന്ന് പറയുന്നത്. എന്തെങ്കിലും തൊഴിൽ അവസരങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ സം പ്രോഗ്രാംസ് എയിം അറ്റ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ബോത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് ഇൻ അർബൻ ഏരിയാസ്. ഇനി അടുത്തത് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിൽ പറയുന്ന ഒരു പ്രത്യേകതയാണ് പറയുന്നത്. 1990-കൾക്ക് മുൻപ് നമ്മൾ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ആർക്കായിരുന്നു? ഈ ഫാമിലീസിനും ഇൻഡിവിജ്വൽസിനും ഒക്കെ നേരിട്ട് കൊടുക്കുകയായിരുന്നു. പക്ഷേ 90-കൾക്ക് ശേഷം നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കുടുംബശ്രീ യൂണിറ്റുകൾ. അവർ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവരുടെ ഇടയിൽ ആദ്യം അവരെ ഇങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. എന്നിട്ട് അങ്ങനെ സേവ് ചെയ്ത് എല്ലാവരും സേവ് ചെയ്ത് ചെറിയൊരു തുകയാവുമ്പം അവരുടെ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ അത് അവരെന്ത് കൊടുക്കും? ലോണായിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അവര് തന്നെ ഈ ലോൺ പിന്നെ അതൊക്കെ മാനേജ് ചെയ്യുക, ആൾക്കാർ ലോൺ അടയ്ക്കുക. പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ ഇത് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് ആരെ സമീപിക്കാം? ബാങ്കുകളെയും ഗവൺമെന്റിനെയും ഒക്കെ സമീപിക്കാം. അപ്പൊ അവര് ബാങ്കുകളും ഗവൺമെന്റുകളും ഒക്കെ അവർക്ക് പാർഷ്യൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കും. ഇത്തരത്തിലായിരുന്നു സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പിന്നെ ഇതിന് ശേഷം 90-കൾക്ക് ശേഷം നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. The government has a variety of programs to generate wage employment for the poor unskilled people living in rural areas. ഗ്രാമീണ പ്രദേശത്തുള്ള വളരെ ദരിദ്രരായ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്നെ തൊഴില് നേരിട്ട് തൊഴിൽ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ന്യൂ ആക്ട് ആണ് ഇൻ ഓഗസ്റ്റ് 2005. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതാണ്. ദ പാർലമെന്റ് പാസ്ഡ് എ ന്യൂ ആക്ട് ടു പ്രൊവൈഡ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ് ഹൂസ് അഡൽട്ട് വളണ്ടിയർ ഈസ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ വർക്ക് ഫോർ എ മിനിമം ഓഫ് 100 days in a year. ഇതൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഒരു വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും നമുക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഓരോ വില്ലേജ് ഹൗസ് ഹോൾഡിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ് 2005. ആ ആക്ടിന്റെ പേരാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, MNREGA എന്നാണ് ഈ ആക്ടിന്റെ പേര്. വൺ വേർഡ് ക്വസ്റ്റ്യൻ, തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഈ പേര് ഓർക്കണം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, MNREGA. ഇനി അണ്ടർ ദിസ് ആക്ട് ഓൾ ദോസ് among the poor
who are ready to work at the minimum wage can report for work in areas where this program is implemented. ജോലി ചെയ്യാൻ, അതായത് നമ്മുടെ നാട്ടിലുള്ള മിനിമം വേജിന് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ഇന്ത്യയിലുള്ള ഒരുപാട് പാവപ്പെട്ട വീടുകളിൽ ഈ പദ്ധതി പ്രകാരം നമുക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക്. നിയർലി 5 crore households get employment opportunities under this law. അപ്പം ഏകദേശം 5 കോടി ജനങ്ങൾക്ക് പിന്നെ തൊഴിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് 2013-14 കാലഘട്ടത്തിലാണ് കേട്ടോ ഈ നിയർലി 5 crore ഹൗസ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത തേർഡ് അപ്രോച്ച് ആണ്, മൂന്നാമത്തെ. അപ്പൊ ഫസ്റ്റ് 2 അപ്രോച്ച് പറഞ്ഞു, അടുത്തത് നമ്മൾ എന്താണ് തേർഡ് അപ്രോച്ച്. തേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനങ്ങൾക്ക്, ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, പിന്നെ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക്, അവർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭക്ഷണം അല്ലെ. ആ ഭക്ഷണ കാര്യങ്ങൾ, പിന്നെ പ്രൊവിഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. Programs under this approach are expected to supplement the consumption of the poor, create employment opportunities and bring about improvements in health and education. ആൾക്കാർക്ക് ഭക്ഷണം ലഭിക്കുക, അവരുടെ ആരോഗ്യവും പിന്നെ വിദ്യാഭ്യാസവും വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. ഇത് ഏത് 5 year പ്ലാൻ തൊട്ടിട്ടാണ്, 5th 5 year പ്ലാൻ തൊട്ടിട്ടാണ് ഇത് നടപ്പിലാക്കി തുടങ്ങിയത്. അതിന്റെ ഏറ്റവും പിന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം. They have to supplement 3 major programs that aims at improving the food and nutritional status of the poor are ഏതാണ്, ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ റേഷൻ കടകളിലൂടെ നമുക്ക് പറയാം, കോവിഡ് കാലത്ത് അല്ലെ, റേഷൻ കടകളിലൂടെ എല്ലാവർക്കും കിറ്റും എല്ലാവിധ സൗകര്യങ്ങളും സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പദ്ധതികളാണ്, ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, രണ്ട് പോഷൻ അഭിയാൻ ആൻഡ് മിഡ് ഡേ മീൽ സ്കീം. ഇത് മൂന്നുമാണ് ജനങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ പോഷകാഹാരം ലഭ്യമാക്കാനുള്ള 3 പദ്ധതികളാണിത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പോഷൻ അഭിയാൻ ആൻഡ് മിഡ് ഡേ മീൽ. മിഡ് ഡേ മീൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്കൂളുകളിലുള്ള ഉച്ചക്കഞ്ഞി ലഭ്യമാക്കുക. ഈ 3 പ്രോഗ്രാമും. പിന്നെ ഇനി അത് ഭക്ഷണ കാര്യത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ആൻഡ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആർ ഓൾസോ അറ്റംപ്റ്റ്സ് ഇൻ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൗസിംഗ് കണ്ടീഷൻസ്. പാവപ്പെട്ട ആളുകളുടെ പിന്നെ വീടുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് എന്ത്, വാൽമീകി അംബേദ്കർ ആവാസ് യോജന. അതേപോലെ കുഗ്രാമങ്ങളിലേക്കൊക്കെ പിന്നെ റോഡുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ the government also has a variety of other social security programs to help a few specific groups. അതിൽ ഒന്നാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇത് ആർക്കാണെന്ന് അറിയോ, പാവപ്പെട്ട ദരിദ്രരായ വയസ്സായിട്ടുള്ള ആളുകൾക്ക്, elderly people who do not have anyone to take care of them are given pension to sustain themselves. അതേപോലെ തന്നെ വിധവകളായ അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ത്രീകളെയും പാവപ്പെട്ട സ്ത്രീകളെയും ഇതിൽ ഈ പദ്ധതി പ്രകാരം സംരക്ഷിക്കും. ഇനി the government has also introduced a few schemes to provide health insurance to poor people. പാവപ്പെട്ട ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാനുള്ള പദ്ധതികളും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ 2014 തൊട്ടിട്ട് പുതിയൊരു പദ്ധതി, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. എന്താണ്, സ്കീം കോൾഡ് പ്രധാനമന്ത്രി ജൻധൻ യോജന ഈസ് അവൈലബിൾ ഇൻ വിച്ച് പീപ്പിൾ ഇൻ
India are encouraged to open bank accounts. എല്ലാവരും എല്ലാ പാവപ്പെട്ടവരും ഒക്കെ എന്ത് തുറക്കുക, സ്വന്തമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് തുറക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ധനസഹായങ്ങളും നേരിട്ട് എവിടെയും പിന്നെ ഇൻ ബിറ്റ്വീൻ മധ്യവർത്തികളിലേക്ക് ഒന്നും പോവാതെ നേരിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള ജൻധൻ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഈച്ച് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഈസ് ഓൾസോ എൻടൈറ്റിൽഡ് ടു 1 to 2 lakhs ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ. ഓരോ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിനും 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറും ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, ഇപ്പൊ തന്നെ 28 മിനിറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമ്മൾ നോക്കാനുണ്ട്. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം എ ക്രിട്ടിക്കൽ അപ്രൈസൽ, അതും essay ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. അപ്പൊ essay ക്വസ്റ്റൻ ആയിട്ട് അത് ചോദിക്കുന്ന സമയത്ത് ആദ്യം പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് എഴുതിയതിന് ശേഷം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വേണം പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിന്റെ ക്രിട്ടിക്കൽ അസസ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു ഓൾ.